സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ റാപ്പറിനെ പറ്റിയുള്ള വിഷയങ്ങൾ പോലീസും വനംവകുപ്പും എക്സൈസും ഒക്കെ വലിയ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു, പിന്നീട് അതിനുശേഷം ഫോറസ്റ്റിനെ വിളിച്ചു, പിന്നീട് അതിനുശേഷം എക്സൈസ് എത്തി. ഇപ്പോൾ ഫോറസ്റ്റിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഞ്ചാവ് കേസിലാണ് അറസ്റ്റിലായതെങ്കിലും ഇപ്പോൾ വേടൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലയിലുള്ളത് പുലിയുടെ പല്ലായിരുന്നു എന്നുള്ളതും അത് അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കേസെടുക്കാം, ജാമ്യം കിട്ടാൻ വകുപ്പ് പ്രകാരം കേസെടുത്ത് വേടനെ അകത്താക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്, ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ റിപ്പോർട്ടർ ചാനൽ സുജയ എന്ന് പറയുന്ന ഒരു അവതാരകയുണ്ട്. അവതാരകയ്ക്ക് ഭയങ്കര വിഷമമാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി. അത് വേടൻ്റെ നിറമാണോ അതോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയാണോ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഇനി ഒരു പക്ഷേ വേടൻ്റെ രാഷ്ട്രീയമായിരിക്കും ഇഷ്ടമല്ലാത്തത്. വേടൻ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു റാപ്പർ മാത്രമാണ്. ആ റാപ്പറിനപ്പുറം വേടൻ നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ആ സുജയ പറയുന്നത് 6 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്ന വേടനെ പിടിച്ച് അകത്തിടണം. അതേപോലെ തന്നെ വേടൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. വേടൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിട്ട് മറ്റൊരു സൈഡിൽ കൂടെ വേറൊരു പണിയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ്. ഒക്കെനായിട്ടും മെത്താഫിറ്റമിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഈ ഒരു സമയത്തും അല്ലെങ്കിൽ അതെല്ലാം കണ്ടിട്ടുള്ള സുജയ പാർവതിക്ക് വേടനെ എങ്ങനെയെങ്കിലും അറസ്റ്റിലാക്കണം, വേടനെ പിടിച്ച് അകത്തിടണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് വേടനാണോ പ്രശ്നം അതോ വേടന്റെ നിറമാണോ എന്നുള്ളത്. ഈ സുജ എന്ന് പറയുന്ന ആൾക്ക് വേടനെ അകത്താക്കാനായിട്ട് നല്ല ത്വരയുണ്ട്. കാരണം ഈ പറയുന്ന RSSനെ പറ്റി എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ വേടൻ ഒരു പരാമർശം നടത്തിയായിരുന്നു. ഏത് സിനിമ ചെയ്താലും ഇടി വീട്ടിൽ വരുന്ന കാലഘട്ടമാണ്, കാരണവന്മാരുടെ പൊട്ടത്തരം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വേടൻ. അതിനെയൊക്കെ സുജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സുജയ RSSന്റെ ഒരു ഭീകരവാദികളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു പെണ്ണുപിള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ സുജയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും സുജയ ഈ പറയുന്ന വേടനെ പറ്റി അങ്ങ് കുറ്റം പറച്ചിലാണ്. എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കലിപ്പ് തീരണില്ല. അതുകൊണ്ട് അങ്ങ് കലിപ്പ് തീരണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുറ്റം പറച്ചിലാണ്. 6 കിലോയും 60 കിലോയും കഞ്ചാവായിട്ട് പിടിച്ചവന്മാരെ പറ്റി പറയാൻ നാക്കില്ലാത്ത സുജയ്ക്കാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച പയ്യനെ പറ്റി പറയുമ്പോൾ 100 നാവ്. ആ വേടന് ഗിഫ്റ്റ് കിട്ടിയൊരു സാധനമാണ് വേടൻ കഴുത്തിലിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് സുജയ്ക്ക് പറ്റുന്നില്ല. അത് ഗിഫ്റ്റ് കിട്ടിയതല്ല, അങ്ങനെ പറ്റില്ല, അത് തെറ്റാണ്, വേടൻ ചെയ്തത് തെറ്റാണ്. എന്നിട്ട് ഉപദേശം കൊണ്ട് ഇറങ്ങിയേക്കാണ് വേടൻ. എല്ലാ കിഴങ്ങും അറിയാം സുജയ്ക്ക്, എന്നാൽ അതുമില്ല. ഒരു കിഴങ്ങും അറിയാതെ എന്തൊക്കെയോ മുന്നിൽ വന്നിരുന്ന് വിടുവായത്തരം പറയാം. ഒരു വീഡിയോ ഞാൻ ഈ സൈഡിലൊന്ന് പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. സർക്കാരിന്റെ പരിപാടികളിലടക്കം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി, അതും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നത്. കഞ്ചാവുമായി തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടികൂടുമ്പോൾ അത് ഒരു ബിഗ് ഹെഡ്ലൈൻ ആകുമെന്നുള്ളത് ഉറപ്പാണ്. അതിലൂടെ സർക്കാർ അല്ലെങ്കിൽ ഈ ഇവരെ പിടിച്ച സംവിധാനം മുഴുവൻ മോശമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അളവ് കൂടിയതോ കുറഞ്ഞതോ എന്നുള്ളതല്ല, ഉപയോഗിച്ചോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവായാലും MDMA ആയാലും മെത്താഫെറ്റമിൻ ആയാലും ഏത് ലഹരി വസ്തുവായാലും അത് ലഹരിയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അല്ലാതെ കഞ്ചാവ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സഹകരണ എക്സ്പോയിലെ സംഗീത പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് അവർ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ക്രൗഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം ഓട് തകർക്കുന്നുണ്ട് ഈ കുട്ടികൾ. അപ്പോൾ ആ വന്നുകൂടിയ കുട്ടികളിൽ ഈ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വന്നത് മൊത്തം നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ആൽഫ കിഡ്സ് അല്ലെങ്കിൽ 2K കിഡ്സ് എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ലെസ് ദാൻ 25 കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് കൂടുതലായി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോബിനെ കൂടുതലായി ആകർഷിക്കുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അയാളെ പിടിക്കുന്നതിനെ നമുക്ക് ഒരു വംശീയതയുടെ പേരിലൊന്നും കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അയാളുടെ പക്കൽ അല്ലെങ്കിൽ അയാൾ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ ഞായറാഴ്ചയാണ് ആ പരിപാടി കഴിഞ്ഞിട്ട് വേടനും സുഹൃത്തുക്കളും വന്നത്. അതിനുശേഷം ഇന്ന് നടത്തിയ റെയ്ഡിൽ ആ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത എക്സൈസുകാർ മോശക്കാരാണ് അല്ലെങ്കിൽ ഹിൽ പാലസ് പോലീസ് മോശക്കാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അയ്യോ, എന്തൊരു പാവം, എന്തൊരു വെള്ളപൂശലാണെന്നേ. ഈ RSSന്റെ അടിമയാണ് ഈ സുജയ എന്ന് പറയുന്ന ആള്. ആ അടിമയാണ് പറയുന്നത് ഇവർ ചെയ്തത് ഒരു തെറ്റുമല്ല, അത് ഉപയോഗിക്കുന്നത് ചെറുതോ വലുതോ അത് ശരി തന്നെയാണ്. സുജയ പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ചെറുതോ വലുതോ അതിനുള്ള ശിക്ഷ, തക്കതായ ശിക്ഷ കിട്ടണം. അതിനെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് അവരെ വെറുതെ വിടാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ അനുശാസിക്കുന്ന നിയമം അനുസരിച്ചിട്ട് ഒരാളുടെ കൈവശം മതിയായ ക്വാണ്ടിറ്റിയിൽ അളവിൽ താഴെയാണ് സാധനം ഉള്ളതെങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോവാം. പക്ഷേ വേടനെ അങ്ങനെ വിടാൻ പറ്റുമോ? വേടന്റെ പക്കൽ നിന്ന് ഇത്രയും അധികം സാധനങ്ങൾ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വേടനെ വേറെ എന്ത് കേസിൽ കൊടുക്കാമെന്നുള്ളത് നോക്കിയപ്പോൾ വേടന്റെ കഴുത്തിലെ മാല കിട്ടി, അതേപോലെ വീട്ടിലെ ഈ പച്ചക്കറി കരിയുന്ന സാധനം വെട്ടുകത്തി, അതേപോലെ നമ്മുടെ ഇരുമ്പ്, ചെറിയ പിച്ചാത്തി, ഇതൊക്കെയാണ് മാരകായുധങ്ങൾ. അതൊക്കെ ഏതാണെന്ന് പോലീസുകാരൊന്ന് പറയണേ. ഒരു വീട്ടിൽ കറിക്ക് അരിയാൻ ഉപയോഗിക്കുന്ന കത്തി, ഒരു ഫ്ലാറ്റായ കത്തി കാണും, അല്ലെങ്കിൽ വീടായാലും കത്തി കാണും. അങ്ങനെയുള്ള വീട്ടിൽ ആ ഇരിക്കുന്ന സാധനങ്ങൾ മാരകായുധങ്ങളാണ്. വേടൻ ഇതൊക്കെ കൊണ്ടു നടന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് കൊട്ടി ഒഴിച്ചൊടിമയായിട്ട് നിൽക്കുന്ന സുജയ പറയുന്നത് അത് ആരുപയോഗിച്ചാലും തെറ്റാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നൊരു പ്രസ്താവന നടത്തുന്നില്ല?
പിന്നെ ഇത് കാണാൻ വരുന്ന എല്ലാവരും ലഹരിക്ക് അടിമയാണെന്ന് സുജയ പറയുന്ന ഒരു പ്രസ്താവന, അത് കേരളത്തിലെ എല്ലാ സമൂഹത്തിലുള്ള ആളുകളെയും ഒന്നടങ്കം നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അത് കാണാൻ വരുന്ന 2K കിഡ്സോ 90s കിഡ്സോ ആരും ആയിക്കോട്ടെ, കാണാൻ വരുന്നത് കലയെ സ്നേഹിക്കുന്ന, കല എന്താണെന്ന് അറിയാവുന്ന ആളുകളല്ല. അല്ലാതെ നിന്നെയൊക്കെ പോലെ വിടുവായത്തരം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളല്ല. വേടൻ പാടിയ പാട്ടുകളെ മാത്രം ഇഷ്ടപ്പെട്ടു വരുന്ന ആളുകളല്ല സുജയ ഇതൊന്നും. വേടൻ്റെ നിറത്തെ ഇഷ്ടപ്പെടുന്ന, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന, വേടൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ വരുന്നത്. വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവിടെ വരുന്നത്. അല്ലാതെ സുജയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ മാത്രം താങ്ങി നടക്കുന്ന ആളുകളല്ല കേട്ടോ അവിടെ വരുന്നത്. അതുകൊണ്ട് ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാട് മാറ്റുക സുജയ. പിന്നെ അന്ന് ഈ കനകക്കുന്നിൽ പരിപാടിക്ക് വന്ന ആൾക്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കും, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ആർക്കും പ്രവചനാതീതമായ ഒരു ജനക്കൂട്ടമായിരുന്നു ട്രിവാൻഡ്രം കണ്ടത്. ട്രിവാൻഡ്രത്ത് ഒരു പരിപാടിക്ക് ഇത്ര ആൾക്കൂട്ടം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നിസ്സംശയം പറയാം, വേടനല്ല പ്രശ്നം, വേടൻ്റെ നിറമാണ് പ്രശ്നം, വേടൻ്റെ ജാതിയാണ് പ്രശ്നം. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള വിമർശനങ്ങളും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. വേടൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. ഈ ചെയ്തതിനൊക്കെ ഉള്ള മറുപടി എന്താണെന്നുള്ള വേടൻ തന്നെ പറയും. വേടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അടിമ മാപ്രകളുടെ കഥയൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, വേടൻ തന്നെ പറയും. വേടൻ ഈ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ വേടൻ്റെ ഒരു മ്യൂസിക് വരുന്ന ഒരു പാട്ട് വരുന്നുണ്ട്, അതൊന്നും എല്ലാവരും കാണണമെന്ന് വേടൻ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. നാളെ 30-ാം തീയതിയാണ്, നാളെയാണ് അടുത്ത പാട്ട് റിലീസ്. മോനോലോവ എന്നാണ് പാട്ടിന്റെ പേര്. എല്ലാരും പാട്ട് കേട്ട് അഭിപ്രായം പറയാം. കണ്ടില്ലേ, വേടൻ പറയുന്ന അധികാരികൾ പറയും എന്താണ് ആ പുലിപ്പല്ലിനെ പറ്റി ഉള്ളതെന്ന്. പാട്ടിന്റെ കാര്യങ്ങൾ വേടൻ പറയുന്നത് നാളെ റിലീസാണ്, എല്ലാവരും കാണണമെന്നാണ്. വേടാ മുത്തേ നിങ്ങളുടെ പാട്ട് എല്ലാവരും കണ്ടിരിക്കും, വേടാ നിങ്ങളുടെ പാട്ടിലുള്ള പോലെ വേടാ വിട്ടിടാതെന്നാണ് നമ്മൾ കേരളത്തിലുള്ളവരും പറയുന്നത്. എന്തായാലും തിരിച്ചു വരും മുത്തേ, നിങ്ങളുടെ കൂടെ ഈ ലോകം മുഴുവനും ഉണ്ടാവും, അല്ലെങ്കിൽ കേരളം മുഴുവനും ഉണ്ടാവും. കാരണം കേരളത്തിൽ ഇത്രയും നല്ല ഓളം ഉണ്ടാക്കിയ ഒരു റാപ്പർ വേറെ ഇല്ല, ഒരു കലാകാരൻ വേറെ ഇല്ല. മണിച്ചേട്ടന് ശേഷം ആര് എന്നുള്ള ചോദ്യം അത് വേടനിൽ നിക്ഷിപ്തമാണ്, അത് വേടൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേടനെ ഒതുക്കി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും, മണിച്ചേട്ടനെ അവസാന നിമിഷമായപ്പോൾ ഇതുപോലെ ആണ് കുറേ പേര് ഒതുക്കി തീർത്ത, ഫോറസ്റ്റിൽ പ്രശ്നം ഉണ്ടാക്കി, കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ വേടനെയും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയും നമ്മൾ കണ്ടത് ജാതി, നിറം, വർണ്ണം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് വേടൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും വേടൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരട്ടെ. വേടനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് കേരളത്തിൽ. ആ ജനങ്ങൾക്ക് വേടനെ ഇനിയും വേണം, വേടൻ്റെ പാട്ടുകൾ വേണം, വേടൻ്റെ വർത്തമാനങ്ങൾ വേണം. അതുകൊണ്ട് നിങ്ങൾ മാപ്രകൾ കിടന്ന് കരയുന്ന കരച്ചിലോ പോലീസിൻ്റെ PR വർക്കോ മാധ്യമങ്ങളുടെ PR വർക്കോ ഒന്നും ഇവിടെ വില പോവില്ല. അത് വേറെയാണ് മക്കളെ, ഇത് വേടനാണ് മക്കളെ.